ബാലകൃഷ്ണൻ കൂട്ടിച്ചേർക്കാൻ. അല്ല, ഇതിനകത്ത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സുബ്രഹ്മണ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുബ്രഹ്മണ്യം CEO ആകുന്നു, നീതി ആയോഗിൻ്റെ CEO ആകുന്നു. സുജയ, നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് ശേഷം ഇന്ത്യയുടെ ആസൂത്രണത്തിൽ, സാമ്പത്തിക ആസൂത്രണത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ നീതി ആയോഗിൻ്റെ CEO എന്ന് പറയുന്ന ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് അവിടെയൊന്നും നരേന്ദ്രമോദിക്കോ BJPക്കോ ഒരു വീഴ്ചയും സംഭവിക്കില്ല. ആജ്ഞാനുവർത്തികളായ ആളുകളെ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തുന്നതിൽ അസാമാന്യമായ സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇനി അത് മാത്രവുമല്ലെന്നേ, ഓരോ ഘട്ടം ഘട്ടമായി ഓരോ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാൻ പോകുക. നമ്മളെന്താ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയാണ് ഇനിയിപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത്? ചീഫ് ജസ്റ്റിസ് ഒന്നും ഉണ്ടാവില്ല ആ കമ്മിറ്റിയിൽ. എങ്ങനെയാണ്, എന്തിനാ ഓരോ മേഖലയെയും പരിപൂർണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ച വാക്ക്, പറയുന്ന ഫെഡറലിസത്തിനെ പൂർണ്ണമായും തുരങ്കം വയ്ക്കുന്ന അതിനെ ആ ഫെഡറലിസം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം വി ആർ എ യുണൈറ്റഡ് കൺട്രി. അതാണല്ലോ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമുക്കിപ്പോൾ 3 ലിസ്റ്റുകൾ തന്നെയുണ്ടല്ലേ. യൂണിയൻ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട്. ഇതൊക്കെ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ അധികാരപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം ഒരു രാജ്യമെന്ന നിലയ്ക്ക് നാം എങ്ങനെയാണ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഡെമോക്രാറ്റിക് ആയ ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് നമ്മുടേത്. ആ സമയത്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. ഒരു സ്റ്റേറ്റിനെ സ്റ്റേറ്റ് ആക്കുന്നത് അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുമ്പോഴാണ്. അതിന് ആരോടെങ്കിലും കടപ്പാട് വന്നാൽ പിന്നെ ആ സ്റ്റേറ്റിന് അതിൻ്റെ ഓട്ടോണമി ഇല്ല. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഓട്ടോണമി തകർത്തുകൊണ്ട് ഓൾ പവർഫുൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് BJPയുടെ പ്രോജക്റ്റാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രൊജക്റ്റ് അല്ല ഉണ്ണി. RSS രൂപീകൃതമായ ഘട്ടത്തിൽ തന്നെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനം ആകാൻ പാടില്ല, ഒരൊറ്റ രാജ്യം എന്നാണ്. സംസ്ഥാനങ്ങൾ ആവശ്യമില്ല. അല്ല, മാത്രമല്ല പ്രസിഡൻഷ്യൽ റൂളാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പം ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതേപോലെ തന്നെ പ്രസിഡന്റ് റൂളിലേക്ക് സാവധാനത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഡിപെൻഡൻസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തകർക്കപ്പെടുന്നു, അത് ഫിനാൻഷ്യലി തകർക്കപ്പെടുന്നു. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിനെയും തങ്ങളുടെ ആജ്ഞാനുവർത്തികളെ കൊണ്ട് തിരികെ കയറ്റാൻ കഴിയുന്ന തരത്തിൽ ഭരണഘടനയെ തന്നെ അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതിരിക്കുന്നു. എത്ര MP-മാരെ വേണമെങ്കിലും നിരന്തരം പുറത്താക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ C&AG എന്ന് പറയുന്നൊരു സംവിധാനത്തിന് തന്നെ നിശബ്ദമാക്കുന്നു. ഈ രീതിയിൽ എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകളും സൂക്ഷ്മമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതിൻ്റെ ഏറ്റവും നല്ല വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പറയുന്ന സുബ്രഹ്മണ്യത്തിൻ്റെതാണ്. ഞാൻ സുബ്രഹ്മണ്യത്തെ, അയാളുടെ പൊളിറ്റിക്കൽ ലോയൽറ്റി ഒട്ടും തന്നെ സംശയിക്കുന്നില്ല. അയാൾ പൊളിറ്റിക്കലി ലോയൽ ആയിരിക്കും നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലെന്നേ. പൊളിറ്റിക്കലി ലോയൽ അല്ല എങ്കിൽ ഈ നീതി ആയോഗിൻ്റെ CEO സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. പക്ഷേ ആ പറയുന്ന, ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇതിപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് മൻമോഹൻ സിംഗുമായിട്ട് ബന്ധമുണ്ടെന്ന്. നോക്കൂ, 1980 IAS കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ഒരു 10-40-43 വർഷത്തെ സർവീസ് ആയിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ പൊസിഷനുകളിലായിരിക്കും ഇരിക്കുന്നത്. അവരൊക്കെ ഏതെല്ലാം സർക്കാരുകളോട് സഹകരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സർക്കാരുകളോടുകൂടി സഹകരിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല, 1997 IK ഗുജറാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി ആരായിരുന്നു അറിയാവോ? IK ഗുജറാളിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായരായിരുന്നു 1996. പിന്നെ ഇപ്പോൾ 2004 കോൺഗ്രസ് വന്നപ്പോഴത്തേക്കും മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് TK നായർ വന്നു. അന്ന് മാധ്യമ ശ്രദ്ധയൊന്നും 97 TK നായർക്ക് കിട്ടിയിരുന്നില്ല. TK നായർ തന്നെയാണ് പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ തുടരുമ്പോഴും അവരുടെ പൊളിറ്റിക്കൽ ലോയൽറ്റിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വലിയ അപ്പോയിൻമെൻറ്റുകൾ നടത്തും. ആ അപ്പോയിൻമെൻറ്റ്, നിർണായകമായ എല്ലാ അപ്പോയിൻമെൻറ്റുകളും അവരുടെ പൊളിറ്റിക്കൽ ലോയൽറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുക. Meet the editors.